ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലു ജിഹാദി കലിമത്തു അദ്ലിൻ ഇൻദ സുൽത്താനിൻ ജാഇർ. പ്രിയപ്പെട്ട ഉസ്താദ്, മറ്റു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ മുതഅല്ലിം സുഹൃത്തുക്കളെ, ബുൾഡോസർ രാജ് തകർക്കപ്പെടുന്നത് വെറും കെട്ടിടങ്ങളല്ല എന്ന വിഷയത്തെക്കുറിച്ച് അല്പം സംസാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. തകർക്കപ്പെട്ട വീടുകളും ആൾക്കൂട്ട കൊലപാതകമാണ്. അതിലെ താമസക്കാർ ഒഴിഞ്ഞു കൊടുക്കുകയാണെങ്കിലും മഹ്മൂദ് ദർവേഷിൻ്റെ ഈ കവിതയിലൂടെയാണ് മാധ്യമപ്രവർത്തക ഗസാല അഹമ്മദ് സംവിധാനം ചെയ്ത ദ ബുൾഡോസർ ജസ്റ്റിസ് എന്ന ഡോക്യുമെന്ററി അവസാനിക്കുന്നത്. ബുൾഡോസർ രാജിന്റെ മുഴുവൻ ഭീകരതയും ഈ ഡോക്യുമെന്ററിയിൽ വ്യക്തമാണ്. യഥാർത്ഥത്തിൽ എന്താണ് ബുൾഡോസർ രാജ്? ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള പിന്നോക്ക ജാതിക്കാർ, മതന്യൂനപക്ഷങ്ങൾ തുടങ്ങിയ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽ വിചാരണ ചെയ്യപ്പെടാത്തവരും കുറ്റക്കാരാണെന്ന് കണ്ടെത്താത്തതുമായ പ്രതികളുടെ വാണിജ്യ പാർപ്പിട സ്ഥലങ്ങളെ ബുൾഡോസർ എന്ന് പറയുന്ന യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഭരണകൂടം അനധികൃതമായി തകർക്കപ്പെടുന്നു. ഈ ഒരു അനീതിയെ നമ്മുടെ രാജ്യം വിളിച്ച നാമമാണ് ബുൾഡോസർ രാജ്. 2017 BJP നേതാവായ യോഗി ആദിത്യനാഥാണ് ഇതിന് തുടക്കം കുറിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 7 വർഷമായിട്ട് ബുൾഡോസർ എന്ന് പറയുന്ന യന്ത്രം നമ്മുടെ രാജ്യത്ത് കേവലം ഒരു മണ്ണിളക്കി യന്ത്രം മാത്രമല്ല, മറിച്ച് മതന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെക്കുന്ന വംശീയ ഉന്മൂലന ആയുധം കൂടിയാണ്. കാരണം 2 വർഷത്തിനിടെ തകർക്കപ്പെട്ടത് 7,38,000 പേരുടെ 1.5 ലക്ഷത്തോളം വരുന്ന ഭവനങ്ങളെയാണ്. 2023 G20 ഉച്ചകോടിയുടെ ഭാഗമായി 1600 വീടുകളും 2024 എക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ട് 1169 വീടുകളും 101 വാണിജ്യ സ്ഥാപനങ്ങളും തകർക്കപ്പെട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ കണക്കുകളൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഗസാല അഹമ്മദിന്റെ ഡോക്യുമെന്ററിയിൽ വളരെ വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ തകർക്കപ്പെട്ട ഈ 1.5 ലക്ഷത്തോളം വരുന്ന വീടുകളിൽ കുറ്റവാളികളാണെന്ന് ആരോപിക്കുന്നവരെ മാത്രമാണോ നമ്മുടെ ഭരണകൂടം കണ്ടത്? ആ വീടുകളിലുള്ള പിഞ്ചു കുഞ്ഞുങ്ങളും പ്രായമായവരും ശിക്ഷക്കർഹരാകേണ്ടതുണ്ടോ എന്ന് ഭരണകൂടത്തോട് നാം ചോദിക്കൽ അത്യാവശ്യമാണ്. എന്തെന്നാൽ എല്ലാ വ്യക്തികൾക്കും അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉറപ്പു നൽകുക എന്ന ഭരണഘടനയുടെ 21ാം അനുച്ഛേദത്തിന് മാനിക്കാത്ത ഭരണകൂടത്തോട് വ്യക്തമായ കാര്യങ്ങൾ ആവർത്തിക്കുകയും ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ബുൾഡോസർ രാജ് തകർക്കപ്പെടുന്നത് സാധാരണക്കാരുടെ ഉപജീവന മാർഗങ്ങളെയാണ്, സമ്പദ് വ്യവസ്ഥയെയാണ്. തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും നമ്മുടെ നാടുകളിൽ, നമ്മുടെ രാജ്യത്ത് അധികരിച്ചു വരുമ്പോൾ ഇത്തരം അനീതികൾക്ക് നമ്മുടെ രാജ്യം സാക്ഷിയാകുന്നത് എന്തൊരു കഷ്ടമാണ്. ബുൾഡോസർ രാജിന്റെ വിഷയത്തിൽ ആകെയുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത് നീതിപീഠം ഇതിനെ എതിർക്കുന്നു എന്നതാണ്. സെപ്റ്റംബർ 17 സുപ്രീം കോടതി നേരത്തെ സൂചിപ്പിച്ച 21ാം അനുച്ഛേദത്തിന്റെ പശ്ചാത്തലത്തിൽ പൊളിക്കൽ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ ഭരണകൂട അധികാരം വിനിയോഗിക്കുന്നത് ഭരണഘടനയുടെ അച്ചടക്കത്തിന് ഉത്തരവാദിയാണെന്ന അസാധാരണ തത്വത്തെ മുൻനിർത്തി സർക്കാർ ഈ ഉത്തരവിനെ കോടതിയിൽ എതിർക്കുകയും ചെയ്തു. ഭരണഘടനയുടെ അനുച്ഛേദങ്ങളെ അന്യായമാക്കാൻ കഴിയില്ല എന്ന ഉറച്ച അജണ്ടയിൽ നവംബർ 13 വീണ്ടും ബുൾഡോസർ രാജ് നടപ്പാക്കുകയുണ്ടായി. ഈ ഒരു നടപ്പാക്കൽ BJP സർക്കാരിന്റെ കയ്യേറ്റത്തിനെ ചോദ്യം ചെയ്യുന്നതും പൗരന്മാരുടെ ആവശ്യത്തെ ആശ്വാസപ്പെടുത്തുന്നതുമായിരുന്നു. ഇങ്ങനെയുള്ള എതിർപ്പുകളാണ് ഇത്തരത്തിലുള്ള ബുൾഡോസർ രാജുകൾക്ക് തറയിടാൻ നമുക്ക് സഹായകരമാകുന്നത്. ഏകപക്ഷീയവും നിയമവാഴ്ചയുടെ ലംഘനവുമായ ബുൾഡോസർ രാജ് ഏതൊരു പരിഷ്കൃത സമൂഹത്തിനും, പ്രത്യേകിച്ച് കൊളോണിയലിസത്തിനെതിരായ സ്വാതന്ത്ര്യത്തിനായുള്ള ദീർഘവും കഠിനവുമായ പോരാട്ടത്തിൽ രാഷ്ട്രീയവും സാമൂഹികവുമായ അവബോധം രൂപപ്പെട്ട ഒരു രാജ്യത്ത് അനാസ്ഥയാണ്. നമ്മുടെ ഭവനങ്ങളുടെ പവിത്രത അന്യായമായ ഭരണകൂടത്ത് കയ്യേറ്റത്തിന് സുരക്ഷിതമല്ലാത്തിടത്തോളം കാലം അവർക്കുമേൽ മുദ്രാവാക്യങ്ങൾ ഉയർന്നു കേൾക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച അഫ്ളലു ജിഹാദിൻ കലിമത്തു അദ്ലിൻ ഇൻദ സുൽത്താനിൻ ജാഇർ,
അക്രമികാരിയായ ഭരണാധികാരിക്ക് മുമ്പിൽ നീതിക്ക് വേണ്ടി ശബ്ദിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മസമരമെന്ന തിരുവാക്യത്തെ ജാമ്യം നിർത്തി എൻ്റെ വാക്കുകൾക്ക് വിട. നിങ്ങൾക്ക് നന്ദി. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.